Yes, sir. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു മീറ്റിംഗിന്റെ വന്ന എല്ലാ ഇത് എനിക്ക് ദൈവമക്കളോടും കിട്ടിയില്ലായിരുന്നല്ലോ. മിറക്കുലസ് ആൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. മിനു പ്രിൻസ് നമ്മുടെ ലൈനിലുണ്ട്. കർത്താവിൻ്റെ ദാസിയോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്. ഇപ്രാരം സൂം മീറ്റിംഗിൽ വരാൻ സാധിച്ചാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ എല്ലാം ക്ഷണിച്ച പാസ്റ്ററുകളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റേഴ്സ്, മറ്റ് ദൈവമക്കൾക്ക് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാം. ആദ്യമായിട്ട് പാടാൻ പോകുന്ന സോങ് യേശുവിൽ ഞാൻ ചാരിയിടും. ഹല്ലേലൂയ.
സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ.
ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. പ്രത്യേകാൽ ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, ഇനി അടുത്ത 2 ആഴ്ചത്തേക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് കഴിഞ്ഞാൽ 28-ാം തീയതി ആയിരിക്കും അടുത്ത മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ചില സാങ്കേതികമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ചിലരൊക്കെ വെക്കേഷന് പോകുന്നത് കൊണ്ടുമാണ് നമ്മുടെ അടുത്ത 2 ആഴ്ച മീറ്റിംഗ് ഇല്ലാത്തത്. എന്നാലും നമ്മുടെ മീറ്റിങ്ങിനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിലേക്ക് സാക്ഷ്യം പറയുവാനായും പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. സൗത്ത് ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പല വിടുതലുകളും കർത്താവ് ചെയ്യുവാനിടയായി. അതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ 30-ൽ പരം വർഷമായി കർത്താവിന്റെ മഹത്വകരമായ വേല നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഗുജറാത്തിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ ആയി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എത്രമാത്രം വിടുതൽ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കാം. ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ചില അത്ഭുത പ്രവൃത്തികൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. സാക്ഷ്യം നമുക്ക് കേൾക്കാവുന്നതാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ആയിരിക്കണമേ. നാട്ടില് പിറവത്തിനടുത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. പിറവമാണ്. അദ്ദേഹത്തെ അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർത്തപ്പെട്ടതും ഒക്കെ. ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ ആണെങ്കിലും കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാനൊക്കെ ഈ കർത്താവ് കൃപ നൽകി. ആ സാക്ഷ്യം നമുക്കിന്ന് കേൾക്കാവുന്നതാണ്. പ്രത്യേക പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ പുറകാലെ അറിയിക്കുന്നതാണ്. എന്നാലും നമ്മുടെ കൂട്ടത്തിലുള്ള ജോസഫ് പാലമറ്റം ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ശാരീരികമായി അല്പം ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കേൾക്കുവാനിടയായി. അതുപോലെ തന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രളയത്തിന്റെ പല ദുരിതത്തിലും ആയിരിക്കുന്നു. ജനം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ സാക്ഷ്യം ശ്രവിക്കുവാനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പാസ്റ്റർ ജോൺസനെ സാക്ഷ്യം പറയുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയം നിങ്ങൾക്കവിടെ സന്ധ്യാസമയത്തും കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച ദൈവത്തിന്റെ കൃപയോർത്ത് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഈ മിറക്കിൾ അവർ ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രിയിലേക്ക് എന്നെ ക്ഷണിച്ച ഷേർലി യുബിൻ അമ്മാമയെ ഓർത്തും, പിന്നെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത സിസ്റ്റർ മിനു പ്രിൻസിനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് മാത്യു ഉമ്മൻ അച്ഛൻ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചുവെങ്കിലും എനിക്ക് കടന്നു വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. കാരണം പല സൂം മീറ്റിംഗ് ഒക്കെ രാവിലെയും ഒക്കെ നടക്കുന്നതുകൊണ്ട് പലതിൽ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ചില ചില പ്രാവശ്യമൊക്കെ ഒഴിവാനിടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ 3-4 ഞായറാഴ്ച ദിവസങ്ങളായിട്ട് ഞാൻ ഇതിൽ കയറുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് കയറാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ഇവിടെ ഈ വൈഫൈയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനോ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ പിറവത്തിനടുത്ത് നീർപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് തലയോലപ്പറമ്പും പിറവത്തിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഞാൻ 17-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി തന്നു. അന്ന് മുതൽ ഇന്നയോളം ദൈവം എന്നെ നിർത്തി. ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഏകനായിട്ടാണ് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത്. ആ സമയമൊക്കെ ഭവനത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ
ഉണ്ടാകുവാനിടയായി. എൻ്റെ പിതാവ് അതാവും എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്കെതിരായി തീർന്നു. എങ്കിലും വിളിച്ച ദൈവത്തെ തള്ളിക്കളയുവാനോ ഒരു സമുദായം എൻ്റെ നേരെ വന്നപ്പോഴും വീട്ടിൽ നിന്നുള്ള പ്രതികൂലം വന്നപ്പോഴൊക്കെയും പിന്തിരിഞ്ഞു പോകാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ കോളേജ് പഠന സമയത്ത് ഞാൻ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുന്നേ. അതിനുശേഷം ഞങ്ങളുടെ പിറവൻ സെൻട്രൽ, ഞാൻ IPC പിറവൻ സെൻട്രലിന്റെ ബന്ധത്തിലാണ്. അപ്പോൾ പിറവൻ സെൻട്രലിൽ ഒരു ദൈവദാസന് സ്ഥലം മാറി കടന്നു വന്നു. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനാണ്. അദ്ദേഹം ഈ കാത്തിരിപ്പ് യോഗങ്ങളും മുഴുരാത്രി പ്രാർത്ഥനകളൊക്കെ ഓരോ വെള്ളിയാഴ്ചകളിലും നടത്താൻ തുടങ്ങി. അങ്ങനെ പിറവൻ സെൻട്രലിൽ നിന്ന് ഒത്തിരി ചെറുപ്പക്കാര് അഭിഷേകം പ്രാപിപ്പാനിടയായി. ഒത്തിരി അനേകര് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ജോലിയുടെ ബന്ധത്തിൽ സമർപ്പിക്കപ്പെട്ടു. ഞങ്ങള് 3 സഹോദരങ്ങള് പൂർണ്ണമായിട്ട് കർത്താവിന് വേല ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. അത് എൻ്റെ കൂടെ ഇന്ന് വന്ന 2 സഹോദരങ്ങള്, ഒരാൾക്ക് ആഫ്രിക്കയെ കുറിച്ചുള്ള ദർശനം കിട്ടിയത് കൊണ്ട് അദ്ദേഹം സാംബിയയിലെ ഒരു ഏജ് ചർച്ചിലെ ഒരു പാസ്റ്ററായിട്ട് ദീർഘവർഷങ്ങളായിട്ട് അവിടെ കർത്താവിന് വേല ചെയ്യുന്നു. വേറൊരു സഹോദരനാണ് വെണ്ണിക്കുളത്തുള്ള പാസ്റ്റർ ഷാജിയമ്പോൾ. അദ്ദേഹം ഈ പൗരുഷനിലൊക്കെ പ്രസംഗിക്കുന്ന ഷാജിയമ്പോൾ. പിന്നെ എനിക്ക് ലഭിച്ചത് നോർത്ത് ഇന്ത്യയെ കുറിച്ചൊരു ദർശനമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ പഠനശേഷം, കുമ്പനാടിൻ്റെ പഠനശേഷം 93, 96 കാലഘട്ടത്താണ് കുമ്പനാട് ബൈബിളെ പഠിച്ചത്. 96 ഞാൻ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ദൈവം പല സ്ഥലങ്ങളിൽ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ദൈവം സൂക്ഷിച്ചു. ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ സുവിശേഷീകരണത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ഒരു പ്രശ്നങ്ങളോ ഒരു പ്രതിസന്ധികളോ ഒന്നുമില്ല. കാരണം ഒരു ട്രാക്റ്റ് കൊടുത്താൽ അത് വായിക്കാൻ അറിയാവുന്നവർ വന്ന് വായിക്കുകയും മറ്റുള്ളവർ ചുറ്റും നിന്ന് കേൾക്കും ചെയ്യുമായിരുന്നു. അതൊരു പാക്കറ്റ് നമുക്കൊരു ട്രാക്റ്റ് കിട്ടുമായിരുന്നു. KP ഓനാൻ്റെ ഒക്കെ ഒരു പാക്കറ്റ്, ഒരു ടീം കൊടുക്കുന്ന ട്രാക്റ്റാണ് അത്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ 1 രൂപയ്ക്ക് വിൽക്കുമായിരുന്നു. അങ്ങനെ ഒക്കെ ജനം ആർത്തിയോടെ വന്ന് അത് വായിക്കുകയും അത് വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം നമുക്കൊരു ബൈബിള് പോലും ഓപ്പൺ ആയിട്ട് പിടിച്ചുകൊണ്ട് പോകുവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തായിപ്പോയി. എങ്കിലും ദൈവം തൻ്റെ ദാസന്മാരെ കൂടെ ചെയ്യിപ്പിക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു തീർന്നു. അങ്ങനെ 99 എൻ്റെ വിവാഹം നടന്നു. ഞങ്ങൾ കർത്താവിന് വേലയുടെ ബന്ധത്തിൽ ഭുജിലേക്ക് ഞാൻ കടന്നുപോയി. ഭുജ് എന്ന് പറഞ്ഞത് ഗുജറാത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡിസ്ട്രിക്റ്റാണ് കച്ച് ഡിസ്ട്രിക്റ്റ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഭുജ് എന്ന് പറയും. പാകിസ്ഥാന്റെ അതിർത്തിയാണത്. ഏകദേശം 400 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. അവിടെ കച്ചികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്നു. ഒട്ടകവും ഈന്തപ്പനകളും കൊച്ചു കൊച്ചു കൃഷിയൊക്കെ ചെയ്താണ് അവരവിടെ ജീവിക്കുന്നത്. അവരുടെ കൃഷികൾ അതൊക്കെയാണ്. അപ്പൊ അവിടെ അങ്ങനെയുള്ള ഏരിയയിൽ ഇന്ത്യൻ ഡിഫൻസ് ആണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, BSF ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും താമസിക്കുകയും, കാരണം ബോർഡർ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ചർച്ചിലും കടന്നു വരുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 13 പേര് കൂടുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ അവിടെ വളർത്തിക്കൊണ്ട് വന്നു. ഏകദേശം 1 വർഷമായപ്പോൾ, 2000-ന്റെ മധ്യഭാഗമായപ്പോൾ 40 പേര് കൂടുന്ന ഒരു പ്രവർത്തനമായിട്ട് അതിന് ദൈവം മാറ്റിത്തന്നു. കാരണം ഞങ്ങൾ ഈ എയർഫോഴ്സ് ക്യാമ്പിലും ആർമി ക്യാമ്പിലും BSF ക്യാമ്പിലൊക്കെ ഞങ്ങൾ കടന്നു പോകാനും വിസിറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ ചർച്ചിലേക്ക് ക്ഷണിക്കുവാനൊക്കെ ഇടയാ തീർന്നു. അങ്ങനെ പല ഡിനോമിനേഷനിൽപ്പെട്ടവര്, സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ ചർച്ചിൽ വരുവാൻ തുടങ്ങി. അത് വലിയ സന്തോഷവും അനുഗ്രഹമായിരുന്നു. എൻ്റെ മിസ്സിസ് ഗുജറാത്തിലുള്ള ജാംനഗറിലുള്ള ഒരു സിസ്റ്ററാണ്, നിഷ എന്ന് പറയും. അവര് നാട്ടില് തിരുവല്ല തോലശ്ശേരിക്കാരിയാണ്. നമ്മുടെ രാജുപൂക്കാല പാസ്റ്റർ ചർച്ചിലെ വിശ്വാസിയും കൂടിയാണ്. അവര് പപ്പയൊക്കെ എയർഫോഴ്സിലായതുകൊണ്ട് അവര് ജാംനഗറിലായിരുന്നു. അവർ ജനിച്ചും വളർന്നിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റ് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ വിവാഹം 99 കഴിഞ്ഞു. ഞങ്ങൾ കർത്താവിന് വേലയ്ക്ക് വേണ്ടി അവിടെ കടന്നുപോയി. 2000-ന്റെ അവസാനമായപ്പോൾ
ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി തന്നു. ഗുജറാത്തിൽ എൻ്റെ മോൻ ജനിച്ചുകൊണ്ട് അവിടെ ആശിഷ് എന്ന് ഞങ്ങൾ പേരിട്ടു. 2001 ജനുവരി മാസം ആ സമയമായപ്പോൾ കുമ്പനാട്ടെ കൺവെൻഷനോട് ബന്ധത്തിൽ ഞാനും ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഗുജറാത്ത് സ്റ്റേറ്റിൽ നിന്ന് നാട്ടിലെ കുമ്പനാട്ട് കൺവെൻഷന് വേണ്ടി കടന്നു വന്നു. എന്നാൽ വളരെ അനുഗ്രഹമായി കൺവെൻഷൻ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ മടങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ജനുവരി മാസം 26-ാം തീയതി രാവിലെ 8:45. ഈ സമയം എൻ്റെ കുഞ്ഞ് ഒരു 97 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു. അവൻ കട്ടിലെ കിടക്കുന്നു. അമ്മ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ഈ ഭൂമി കുലുക്കത്തിന്റെ ഈ ഭൂമി കടന്ന ഈ ഇളകി കട്ടിൽ നിന്നും താഴോട്ട് വീഴുവാനിടയായി. അതിനോട് ബന്ധത്തില് കുഞ്ഞിന്റെ ഈ ബാക്ക് സൈഡിലാണ് അടിച്ചത്. അതിനോട് ബന്ധത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഈ സമയം വൈഫ് എന്ന ബാത്റൂമിലായിരുന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന് മുകളിലേക്ക് 3 ഫ്ലാറ്റുകൾ വീണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ചെരിഞ്ഞ് അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാതെ വണ്ണം ഡോർ ജാമായി പോയ ഒരവസ്ഥയായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ താഴെ വീണുവെങ്കിലും അമ്മയ്ക്ക് വലിയ പെട്ടെന്ന് എഴുന്നേറ്റ് വരാനോ കുഞ്ഞിനെ എടുക്കുവാനോ കഴിയാത്തൊരവസ്ഥയാണ്. 2 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ ഹൗസ് ഓണർ ഞാൻ അവിടെ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വരികയും പെട്ടെന്ന് വാതിൽ തുറന്ന് ഞങ്ങളെ വൈഫിനെയും കുഞ്ഞിനെയും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അതൊരു അത്ഭുതത്തിന്റെ ഒരു വഴിയായിരുന്നു. 45 സെക്കൻഡ് കൊണ്ട് ഏകദേശം 3.5 ലക്ഷം ആൾക്കാരാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഇന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുവാൻ കഴിയും. ഏകദേശം 18ഓളം അപ്പാർട്ട്മെന്റ്സ് 8-9 നിലയുള്ള ബിൽഡിംഗ് എല്ലാം ഭൂമിക്കടിയിലേക്ക് താണു പോകാനിടയായി. അതിൽ ഒത്തിരി പേര് ജീവനോടെ ഉണ്ടായിരുന്ന പലർക്കും പുറത്തു വരുവാൻ കഴിയാതെ ശ്വാസം മുട്ടി ആ ഭൂമിയുടെ അകത്ത് കടന്നുകൊണ്ട് മരിക്കുവാനൊക്കെ ഇടയായത് നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ്. എന്നാൽ അതിനോട് ബന്ധത്തിലോ ഞങ്ങൾ ഒത്തിരി കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. പിന്നെ വൈഫിന് ഒരു ഡിപ്രഷൻ പോലെയായി. അത് കണ്ടിന്യൂസ് ഉണ്ടാകുവാൻ തുടങ്ങി. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ സമയം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. അതും സൈക്കോതെറാപ്പി, സൈക്കോ കൗൺസിൽ, സൈക്കോ ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ് സെന്ററുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. പക്ഷെ ഒരു വിടുതലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ബുച്ച് എന്ന പട്ടണത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാൻ പാ, കാരണം മെമ്മറിയിൽ നിന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അഹമ്മദാബാദിനടുത്ത് കലോൾ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടൊരു പോസ്റ്റിങ് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷക്കാലം അവിടെ ശുശ്രൂഷ ചെയ്തു. എന്നാൽ അവിടെയും കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. പലപ്പോഴും വയലന്റ് ആവുക, ഒരു പ്രത്യേക കാരണം ഒരു ഡിപ്രഷൻ ഉള്ള ഒരാള് എങ്ങനെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്, അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികളോ ഒന്നിനുപുറം ഒന്നിനായി കടന്നു വരാൻ തുടങ്ങി. സഭയ്ക്കും ബുദ്ധിമുട്ട, അരങ്ങടക്കുമ്പോൾ പുറകെ ഇരിക്കുക, ആരാധിക്കുന്ന സമയത്ത് വേളം വെക്കുക, ഇതൊക്കെ സഭയ്ക്ക് ഒരു പ്രശ്നങ്ങളായി മാറാൻ തുടങ്ങി. ഈ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പലവട്ടം കുമ്പനാട് കൺവെൻഷന് കൊണ്ടുവരും, മഹായോഗം പ്രാർത്ഥിക്കും, തിരിച്ചു കൊണ്ടുവരും. അറിയാവുന്ന കർത്തദാസന്മാരുടെ ഒക്കെ ഞങ്ങൾ വിഷയങ്ങൾ ഷെയർ ചെയ്യും, പലരും പ്രാർത്ഥിക്കും. പക്ഷെ ഒരു വിടുതലില്ലാതെ ഉള്ള അവസ്ഥകളായി. അങ്ങനെ 2005 ആകുന്ന സമയത്ത് ഗുജറാത്ത് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് പാസ്റ്റർ KV അബ്രഹാം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യും, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, ജോൺസൺ അതിനെ അത്യാവശ്യത്തെ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റർ. അപ്പൊ ഞാൻ വിചാരിച്ച് വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാനാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അവർ വീട്ടിൽ കടന്നു വന്നു. ഒരു സന്ധ്യാസമയത്തിനടുത്ത് അവർ സംസാരിച്ചു. എന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ 5000 രൂപ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. കാരണം വൈഫിനോട് ബന്ധത്തിലാണ്. ഞാൻ ആ പൈസ വാങ്ങി ചർച്ചിന്റെ ഒരു അലമാരി ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട്. അന്ന് ഞങ്ങളുടെ സെന്ററിന്റെ ശുശ്രൂഷകനാണ്
പാസ്റ്റർ ബാവുച്ചെറിയാൻ. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ അവർ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങനെ വിട്ടുപോക്കളാനാണ് പറയുന്നത്, എന്ത് ചെയ്യണം? ഉടനെ പാസ്റ്റർ എന്ത് പറഞ്ഞു, മോനെ, കർത്താവിന്റെ വേലയ്ക്ക് ഇങ്ങനെ വിളിച്ച ദൈവമാ, മനുഷ്യരല്ല, ധൈര്യമായിട്ട് വാ. എൻ്റെ സെന്ററും എൻ്റെ സെന്ററിലെ ദൈവദാസന്മാരും സഭകളും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്താണ് പോകാത്തത്? പിന്നെ ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങി പോകാത്തതെന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു സമയങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരം എനിക്ക് റായ്ബ്രേലിയിലുള്ള ചർച്ച് NRന്റെ ചർച്ചിലേക്ക് കടന്നു വരാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ഞങ്ങള് NRന്റെ ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ അവസരം ലഭിച്ചു. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. അവിടെ ഞങ്ങൾക്ക് അധികം സമയങ്ങൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്നു. പാസ്റ്റർ ബോവസ് എന്ന് പറയും, തിരുവനന്തപുരത്തുള്ള ഒരു കർത്തദാസന. അദ്ദേഹം അന്ന് അടുത്തുള്ള ഒരു ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും അദ്ദേഹം ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു ആത്മീയ ബന്ധം പുലർത്തുവാനിടയായി തീർന്നു. എന്നാൽ അവിടെയും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അന്ന് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി നൽകി തന്നു. ഒരു മാനസിക ഡിപ്രഷനുള്ള ഒരു സഹോദരി എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കും? വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സമയമായി. ഞങ്ങൾ അവിടെ വെച്ച് വയലന്റ് ആവുകയും എന്നെ ഉപദ്രവിക്കാൻ വരികയും, കുഞ്ഞിനെ ഉപദ്രവിച്ചു. ഞാൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ചപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വരികയും, പെട്ടെന്ന് നമ്മൾ അടുത്ത ഡോർ തുറന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലാറ്റാണ്. അപ്പൊ അവിടെയുള്ള സഹോദരിമാർ ചർച്ചിലെ വിശ്വാസികളാണ്. അവർ ഓടി വന്ന് ചെസ്സിനെ പിടിച്ചു മാറ്റുവാനും അവർ പിന്നെ അവിടെ അന്ന് NRന്റെ നോർത്ത് സെൻട്രൽ റീജിയന്റെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ KT തോമാച്ചാനെ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ KT തോമാച്ചാനെ വിളിച്ച സമയം എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ കണ്ടിന്യൂസ് ചെയ്യണ്ട, ഞങ്ങൾ വേറൊരാളെ അപ്പോയിൻമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഞങ്ങളെ പറഞ്ഞു വിടേണ്ട വന്നു. അങ്ങനെ ഈ ബോസ് എന്ന് പറഞ്ഞ കർത്തദാസൻ മുഖാന്തരം IPC ഡൽഹി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം കൃപ നൽകി. അപ്പോൾ തന്നെ എൻ്റെ മാതൃസഭയിലെ ചില സഹോദരങ്ങള് ഡൽഹി സ്റ്റേറ്റിലെ കൗൺസിൽ മെമ്പറൊക്കെയാണ്. ഇന്ന് പാസ്റ്റർ K ജോയിച്ചാനാണ് ഡൽഹി സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ബോസ് പാസ്റ്ററും കൂടെ ഈ റായ്ബ്രേലിയിൽ നിന്ന് ഡൽഹി കടന്നു വരികാനും അങ്ങനെ അവിടെ പാസ്റ്റർ K ജോയിച്ചാനെ കാണുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എന്നെ ഹരിയാനയിലെ ഗുഡ്ഗാവിലെ ചർച്ചിലേക്ക് ഒരു അപ്പോയിൻമെന്റ് ലഭിക്കാൻ ദൈവം സഹായിച്ചു. അതെന്നെ സഹായിച്ചത് ഈ കർത്തദാസൻ പാസ്റ്റർ ബോവസ് ആണ്. ഈ ഗുഡ്ഗാവ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു സിറ്റി ആയിട്ട് വരികയും, ബോംബെ കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ഗുഡ്ഗോൺ എന്ന് പറയുക. അതിനെ വലിയ സിറ്റിയിലെ മെയിൻ ചർച്ചിലേക്കാണ് ദൈവം എന്നെ അയക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ അളവറ്റ കൃപയാല് അവിടെ 4 വർഷം നിൽക്കുവാനിടയായി. ഈ സമയങ്ങളിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ സിസ്റ്ററുമായിട്ട് കടന്നു പോകും, ട്രീറ്റ്മെന്റും കാര്യങ്ങളും. അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഹോസ്പിറ്റല് നമുക്ക് കോലഞ്ചേരിയിലെ മെഡിക്കൽ മിഷൻ, ഇവിടെ ഫേമസ് ആയിരുന്ന ഡോക്ടർ R നമ്പൂതിരിപ്പാട് എന്ന് പറയും. അദ്ദേഹം സൈക്കോ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പല പ്രാവശ്യം പോകേണ്ടതായി വന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇനി എൻ്റെ ബുദ്ധി അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ AGയിൽ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം തൊടുപുഴയിൽ ഐസക് സാർ എന്ന് പറയും. തൊടുപുഴയിൽ മെന്റൽ പേഷ്യൻസിനെ അതുപോലെ സൈക്കോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു ദൈവദാസനും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയും കടന്നുപോയി. അദ്ദേഹം ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്തു നോക്കി. പക്ഷെ അവിടെ നിന്ന് ഒരു വിടുതലും ലഭിക്കാതെ സന്ദർഭമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ 4 വർഷം ഗുഡ്ഗാവില് ദൈവം ഞങ്ങളെ നിർത്തി. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ സമയങ്ങളായിരുന്നത്. കണ്ടിന്യൂസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടായി വന്ന പല സന്ദർഭങ്ങളിൽ ജസ്റ്റ് വയലന്റ് ആവും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയങ്ങൾ. ആ സമയങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കാത്തത്? ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയില് വിഷയങ്ങളെല്ലാം പരമേൽപ്പിക്കുന്നു.
അറിയാവുന്ന കർത്തദാസന്മാരൊക്കെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു. പലരും പറയും കർത്താദാസനെ 7 ദിവസം ഉപവസിക്കുക, അല്ലെങ്കിൽ 3 ദിവസം ഉപവസിക്കുക, അല്ലെങ്കിൽ ഒരു 11 ദിവസം നിങ്ങൾ ഉപവസിക്കുക, 21 ദിവസം ഉപവസിക്കുക. ഇങ്ങനെ ദിവസങ്ങളോളം ഉപവാസം പ്രാർത്ഥനയാണ്. പക്ഷേ വിഷയങ്ങൾക്ക് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ആ സന്ദർഭങ്ങളിൽ മാനസിക അസ്വസ്ഥത ഉള്ളവര്, പൈശാചിക ബന്ധനമുള്ളവര്, ഉറങ്ങാത്തവര്, മാറാ രോഗമുള്ളവരൊക്കെ അവരെയൊക്കെ അടുക്ക് വരും പ്രാർത്ഥിക്കാൻ. അവർക്കൊക്കെ ഞാൻ എൻ്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. പക്ഷേ നമ്മുടെ വിഷയത്തിന് യാതൊരു വിടുതലുമില്ല. അനേക രാത്രികള് കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ ദിവസങ്ങള്, തിരിഞ്ഞും മറിഞ്ഞും നേരം വിളിപ്പിച്ച ദിവസങ്ങളില് ദൈവത്തോട് ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് പ്രതിസന്ധി മാറാകത്തത്? എന്തുകൊണ്ടാണ് പ്രതികൂലം മാറിപ്പോകാത്തത്? കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിഷയത്തിന് ഒരു വിടുതലില്ലാത്തത്? പല സന്ദർഭങ്ങളിലൊക്കെ വാവിട്ട് നിലവിളിച്ചൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോഴെല്ലാം ദൈവം മൗനമായിരിക്കുക. നമ്മുടെ കാൽവരി ക്രൂശിൽ കർത്താവ് കടന്നപ്പോഴോ പിതാവ് മുഖം തിരിച്ച പോലെ മുഖം തിരിക്കുക. ദൈവസ്ഥാനിൽ വീണ്ടും വീണ്ടും ചോദിക്കും, കർത്താവെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതകളാണോ, അതോ കുറവുകളാണോ കർത്താവ് എങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ, ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ അനേക വട്ടം സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, ദൈവം മൗനമായിരുന്നു. പല സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ ചില പ്രതിസന്ധികൾ കൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം എന്ത് ചെയ്യും? ദൈവത്തോട് ചോദിക്കും, ദുർമുറുക്കും, കർത്താവ് എന്തുകൊണ്ട് മാറിപ്പോകാത്തത്? പലരും ദൈവത്തെ വിട്ട് പോകുന്നതായ വഴികള്, സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെ എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽപ്പാണ്ടയായി. ഡോക്ടറിന്റെ ഇടയ്ക്ക് കടന്നു പോകുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾക്കൊരു ആൺകുട്ടിയല്ലേ മരിച്ചു പോയത്, ഒരു ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിനൊക്കെ സോൾവ് കിട്ടുമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഒരു ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം മൂന്നാമത് ഞങ്ങൾക്ക് തന്ന ഒരു പെൺകുഞ്ഞാണ്. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളാണ്. ഇളയ കുഞ്ഞെന്ന് ഞാൻ ഗുരുഗാമിലിരിക്കുമ്പോൾ തന്നെ ഒരു വയസ്സ് പ്രായമാണ്. പല സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഞാൻ പിടിച്ചുകൊണ്ടുവരും. പല സന്ദർഭങ്ങളിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ജനലിന്റെ അടുത്ത് ഒരു ചെയറിട്ട് കെട്ടിയിട്ടിട്ട് തോർത്തുകൊണ്ട് ഞാൻ കൈ കെട്ടിയിട്ടിട്ട് പുറത്തുനിന്ന് പൂട്ടി താക്കോലുമായിട്ട് പല സന്ദർഭങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ വിശ്വാസികൾ ചോദിക്കും, കർത്താദാസനെ എന്തിനാണ് ഭാരപ്പെടുന്നത്, എന്തിനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്? ഞങ്ങൾക്ക് വിഷയങ്ങൾ അറിയാമല്ലോ, വന്നില്ലേലും പ്രശ്നമില്ല. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ തികയ്ക്കണമല്ലോ. നമ്മൾ പോയില്ലെങ്കിലോ ആ ദൈവത്തിനൊരു കടപ്പാട്, ദൈവത്തോടുള്ള ബന്ധത്തില് നമ്മളൊരു കടപ്പാടായിത്തീരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിസിറ്റിങ്ങിന് പോകും. ഞാൻ ഈ ഒരു കുഞ്ഞിനെ എടുത്ത് തോളിലിടും, ഒരു കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് പോയ സന്ദർഭങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അവിടെയെല്ലാം വലിയവനായ ദൈവം ഞങ്ങളെ നിർത്തി എന്ന് പറയുവാൻ സാധിക്കും. അങ്ങനെ 2007 പല പ്രാവശ്യം അസ്വസ്ഥകളായിട്ട് വലിയ പ്രതിസന്ധികൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ഭയങ്കര വലിയ ശക്തിയോ വലിയ ഭാരമുണ്ടായി, അങ്ങനെ വയലന്റ് ആയി തീർന്നു. അപ്പം ചർച്ചിലെ വിശ്വാസികൾ അന്നൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആൾക്കാരെ നമ്മുടെ ചർച്ചിലെ സൗരങ്ങളൊക്കെ കടന്നു വന്നു. പാസ്റ്റർ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രതിസന്ധിയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ കെ ചോദിച്ചാനെ വിളിച്ചിട്ട് അവർ കാര്യം പറഞ്ഞു. ഇതുപോലെ പാസ്റ്ററിന്റെ വൈഫിന് ഇച്ചിരി പ്രശ്നങ്ങൾ കൂടുതലാ, എന്താ ചെയ്യണ്ടേ? അപ്പൊ ജോയിച്ചാനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, പ്രിയപ്പെട്ടവളെ കൊണ്ടുപോയി വീട്ടിൽ അവരെ പേരൻസ് ആരൊക്കെ കൊണ്ടുവിട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ചർച്ചുകാർ തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ അവിടെ നിന്നോ മിസ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ, എൻ്റെ വൈഫിന്റെ പേരൻസ് ഒക്കെ ചെന്നൈയിലാണ്, ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തു മദ്രാസ് മെയിലിൽ ഞങ്ങളെ കയറ്റിവിടുന്ന ഒരു സമയം. ഞങ്ങൾ ആ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്ത വലിയൊരു അനുഭവം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ കരുതലും ദൈവിക സംരക്ഷണവും അനുഭവിച്ചറിയുന്ന ഒരു യാത്രയായിരുന്നത്. ആ യാത്ര ആരംഭിക്കുമ്പോൾ ട്രെയിനിന്റെ ക്യാബിനകത്ത് 8 പേരാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാലും അപ്പുറം 3 പേരും 2 സൈഡ് സീറ്റും. ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് കൈ കൂപ്പിയിട്ട് പറഞ്ഞ്, ആ മിസ്സസിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഒച്ചയും ബഹളവും ഒക്കെ എടുക്കും, ഞങ്ങൾ ചെന്നൈക്ക് യാത്ര ചെയ്യുക, അപ്പൊ ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു, തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആൾക്കാര്. അവർ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും,
ഇവിടെ ഇരുന്നോ, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പുറത്തെ ക്യാബിനകത്തൊക്കെ മാറിപ്പോയിരുന്നു. ഞാൻ വൈഫിനെ ഇതുപോലെ ഒരു തോർത്ത് കൊണ്ട് കെട്ടി, ആ ട്രെയിനിന്റെ വിൻഡോ ഉണ്ട്, AC അല്ല അത് സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത്. അന്നൊക്കെ സ്ലീപ്പർ യാത്ര ചെയ്യാനുള്ള വഴിയേ നമുക്കുള്ളൂ. സ്ലീപ്പറിൽ യാത്ര ചെയ്ത് പോകുന്ന സമയം കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഞാൻ കെട്ടിയിരിക്കുക. കാരണം ഇറങ്ങി ഓടുന്ന സമയമായിരുന്നു. പിടിച്ചാല് ഈ ഡിപ്രഷന്റെ സമയത്ത് 2-3 പേര് പിടിച്ചാൽ പോലും നിൽക്കത്തില്ല. അതുപോലെ ഒരു പവറാ അവരുടെ ശരീരത്തുണ്ടാകുന്നത്. അങ്ങനെ പല രാത്രിയുടെ യാമങ്ങളിൽ 2 റൂമിലായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും ചില സമയങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതത്തില്. എന്നാൽ ഞാൻ യാത്രയുടെ മധ്യത്തില് ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. അപ്പൊ ഈ ട്രെയിനിന്റെ കാറ്റൊക്കെ അടിച്ച് ഞാനും ഉറങ്ങിപ്പോയി. യാത്ര വിജയവാഡ കഴിഞ്ഞ് നെല്ലൂർ എന്ന സ്ഥലമുണ്ട്. ഈ മദ്രാസ് മെയിലിന് അവിടെ സ്റ്റോപ്പില്ല. സ്റ്റോപ്പില്ലാത്ത സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവള് ഈ കെട്ടഴിച്ച്, ഇന്നലെ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുണ്ട്, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നെല്ലൂർ ഇറങ്ങി. ഞാന് ഏകദേശം കൽപ്പാടിയിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. ചെന്നൈയിലേക്ക് എത്താൻ സമയമായി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളെ വണ്ടി കാണുന്നില്ല. ഞാൻ വിചാരിച്ചെന്ന ടോയ്ലറ്റിൽ പോയതായിരിക്കും. പെട്ടെന്ന് ഞാൻ ട്രെയിനിന്റെ ടോയ്ലറ്റിലൊക്കെ പോയി നോക്കി. ആ ബോഗി കംപ്ലീറ്റ് ഞാൻ നോക്കി, അടുത്ത ബോഗികൾ നോക്കി. പക്ഷെ അവിടെ ഒന്നും ആളെ കാണുന്നില്ല. എവിടെ പോയിന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ ഞാൻ TTRന്റെ അടുക്ക് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു, റിട്ടേൺ എഴുതി കൊടുത്തു. ഇപ്പൊ TTR പറഞ്ഞു, ട്രെയിനിൽ ഇരുന്നോ ബഹളം വെക്കുന്നത് ഞങ്ങൾ കണ്ടതാ, നീ മനഃപൂർവ്വം നിന്റെ വൈഫിനെ ഒഴിവാക്കിയതാന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ആ പോലീസ് ക്യാബിനകത്തേക്ക് കൊണ്ടുപോയി, എന്നെയും കൊച്ചിനെ, മൂത്തവളെ. അവർ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് എഴുതി മേടിപ്പിച്ച്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അടുത്ത സ്റ്റേഷനിൽ അന്വേഷിക്കാം. പറ്റത്തില്ല, റെയിൽവേയുടെ നിയമം ഇങ്ങനെയാണ്, പിന്നെ എങ്ങോട്ടാണ് ടിക്കറ്റ്, അവിടുത്തെ അങ്ങോട്ട് ചെന്ന് അവിടെ പോലീസിന് കൈമാറാതെ ഞങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി പോലീസിന്റെ അടുക്കൽ ഇരുത്തി എഴുതി മേടിച്ച് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അടുത്ത സ്റ്റേഷൻ ഇറങ്ങി അന്വേഷിച്ചോളാം അങ്ങനെ പറഞ്ഞ് എൻ്റെ മൂത്ത കുഞ്ഞിനെയും 2ാമത്തെ കുഞ്ഞിനെയും കൂട്ടി, അവൾക്ക് അന്ന് 5 വയസ്സുണ്ട്, ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി അന്വേഷിച്ച് വരികയാണ്. ഈ മിസ്സിംഗ് ആയ സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞു, പപ്പ സുജ ഞാൻ വീട്ടിൽ വിളിക്കുന്നത്, സുജ മിസ്സിംഗ് ആയെന്ന് പറഞ്ഞു. ഉടനെ പപ്പ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഫോൺ എടുത്തിട്ടില്ല. കാരണം അവർക്കറിയാം. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞാൻ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതില് എൻ്റെ കൂടെ അന്ന് കുമ്പനാട് പഠിച്ച ഒരു സ്നേഹിതനായിരുന്നു, പാസ്റ്റർ വർഗീസ് വേവി, കായംകുളത്തുള്ള അദ്ദേഹം. ഞാൻ അടുത്തടുത്താണ്, ബെഡിലാണ് കിടക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ, ആത്മീയ വിഷയങ്ങൾ ഷെയർ ചെയ്യും. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം രാവിലെ പ്രെയർ റൂമിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിന്നെ തിരിച്ചു വിളിക്കാം, നീ ഫോൺ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം 15 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവം തന്റെ ദൂതനെ അയച്ച് വിടിവിക്കുന്ന അനുഭവം ഞാൻ കാണുകയാണ്. ഇത് എന്നോട് പറഞ്ഞുവെങ്കിലും ഇതൊന്നും മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആ ദൂത് ഏറ്റെടുക്കുവാനുള്ള അവസ്ഥ എനിക്കില്ല. കാരണം പ്രിയപ്പെട്ടവൾ മിസ്സിംഗ് ആയി. ലോകത്തോട് ഞാൻ എന്ത് പറയും? ഞാൻ എത്ര സത്യം പറഞ്ഞാലും ആരും അംഗീകരിക്കില്ല. കാരണം ഞാൻ ഉപേക്ഷിച്ചെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഫാദറിനെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എന്നും ഒരു കാരണവശാലെന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നിരാശയോടുകൂടെ ചെന്നൈയിൽ നിന്നോ ഞാനും 2ാമത്തെ കുഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഓരോ സ്റ്റേഷനിൽ അന്വേഷിച്ചു വരും. ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി അന്വേഷിക്കുമ്പോഴൊക്കെയും അവരിങ്ങനെ പറയും, അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക, അല്ലെ മറ്റു സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുക എന്നെല്ലാം അവരിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ പോയി നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ കാണുവാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ വലിയ നിരാശയിൽ കൂടെ കടന്നു പോകുന്ന സമയം, എന്തു ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഒടുവില് ആരോടെ സംസാരിക്കേണ്ടത്, ആരോടെ പറയേണ്ടത്, വലിയ കരഞ്ഞും നിലവിളിച്ചും കൊണ്ട് ഓരോ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാറി ഇറങ്ങി ഓരോ സ്റ്റേഷൻ അന്വേഷിച്ച് പോലീസുകാർ പറയും
എവിടെയെങ്കിലും ആരെങ്കിലും സൂസൈഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ പോയി നോക്കുക. ഇതൊക്കെയാണ് പോലീസുകാർ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒടുവിൽ രാത്രി 12 മണിയായപ്പോൾ ഞാൻ വിജയവാഡയിലെത്തി. നിരാശനായിട്ട് വിജയവാഡയിലെത്തി ഒരു ബെഞ്ചില്, അത് പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ച് കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അവളെ തോളിലിട്ട് 5 വയസ്സുണ്ടെങ്കിലും അവൾ ഉറങ്ങി. രാത്രി 12 മണിയായി തോളിൽ ഇട്ടേക്കുവാ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ 5 വയസ്സൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുക. ആ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ എൻ്റെ ബലഹീനമായ എൻ്റെ മൈൻഡിലേക്ക് പിശാച് തോഴ്സിട്ട് തരിക, ഇനി നീ എന്തിനാ ജീവിക്കുന്നേ? നിന്റെ ശുശ്രൂഷ പരാജയമല്ലയോ? നീ വരുന്ന ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കാൻ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് സ്റ്റേഷന്റെ അതിർത്തി കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടുള്ള സ്ഥലം. ഏറെക്കുറെ ഞാൻ ആ ഇരുട്ടുള്ള സ്ഥലത്തേക്കാണ് ലാസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടുത്തേക്ക് വന്നത് ഇരിക്കുന്നത്. ഇരുട്ട് ഞാൻ കാണുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചെന്നാ ഇനി മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വൈഫ് ഹൗസിലേക്ക് ഞാൻ എന്ത് മറുപടി പറയും? എന്നെ അറിയുന്നവരോട് ഞാൻ എന്ത് പറയും? അപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ. എന്നാ മരിക്കാമെന്നൊരു ചിന്ത എൻ്റെ മുന്നിൽ ഭരിച്ചു. അങ്ങനെ അന്നൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചാൽ വലിയ മൊബൈൽ ഇല്ല. അന്ന് നോക്കിയുടെ ചെറിയ മൊബൈൽ ഉള്ളത്. അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ മൊബൈലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാദർ ലോയെയും മിസ്സിംഗ് ആയ സമയത്ത് എനിക്കറിയാവുന്നവരെല്ലാം വിളിച്ചത്. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അച്ചാച്ച ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ലെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ മൂത്ത ജ്യേഷ്ഠൻ എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ വിളിക്കുന്നത് എൻ്റെ മദർലോയാണ് വിളിക്കുന്നത്. മദർലോ വിളിക്കുമ്പോൾ മമ്മി വളരെ ഉച്ചത്തിന് അല്ലേലി പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ മമ്മി അല്ലേലി പറഞ്ഞത് ചോദിച്ചു പറയാ, മോനെ നമ്മുടെ മോളെയും കുഞ്ഞിനെയും ദൈവം സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട്, കാരണം അന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ STD ബൂത്തുകളുണ്ട്, ചെറിയ ബോക്സുകൾ പോലെ STD ബൂത്തുകളുണ്ട്. ഇന്ന് അതൊന്നുമില്ല. അവിടെ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് വളരെ ഉച്ചത്തില് ദൈവത്തെ ഞാൻ സ്തുതിപ്പാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ശബ്ദം ഭയങ്കരമായതുകൊണ്ട് അവിടെ കിടന്നുറങ്ങിയവരെല്ലാം ചാടി എഴുന്നേറ്റ്. ഉടനെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാനും പിന്നെ തീരുമാനിച്ചെന്ന് അടുത്ത ട്രെയിന് ചെന്നൈയിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്നൊരു തീരുമാനമെടുത്ത് ടിക്കറ്റും എടുത്ത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയും. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മെ കൈവിട്ടു, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു, ദൈവം നമ്മെ സഹായിക്കത്തില്ല എന്ന നിലവാരത്തില് നാം എത്തിച്ചേരുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇനി ദൈവം തന്നെ ദൂതനെ അയച്ചു വിടുവിച്ചു എന്ന് പറയുന്ന കാരണം, നെല്ലൂര് ഞാൻ പറഞ്ഞല്ലോ, ഈ മദ്രാസ് മെയിലിന് സ്റ്റോപ്പില്ലാത്തൊരു സ്ഥലമാണ്. ഒരു വണ്ടി വരാൻ വേണ്ടി പാസിങ്ങിനിട്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ടവള് ഇറങ്ങി അവിടെ നിന്ന് പോകുന്നത്. പ്രിയപ്പെട്ടവൾ ഇറങ്ങി പോകുന്നു. 6 കിലോമീറ്റർ നടന്ന് ഒരു പഴയ ഒരു ഗ്രാമത്തിന്റെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ആ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിൽക്കുകയാണ്. 5 ഭാഷ അറിയാം, 3 ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യും, തെലുങ്ക് അറിയാം. എന്നാൽ രാവിലെ ആയതുകൊണ്ട് മുല്ലപ്പൂ വിൽക്കാൻ വേണ്ടി ഒത്തിരി സഹോദരിമാര് കൊട്ടയ്ക്കകത്ത്, നാട്ടിലെ രീതി, തമിഴ്നാട്ടിലൊക്കെ രീതിയാണ്, ഒരു കൊട്ടയുടെ അകത്താണ് മുല്ലപ്പൂവായിട്ട് വരുന്നത്. അവരൊക്കെ കൊണ്ടുവന്ന് അടുത്ത് വന്ന് പലതും സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒരു മറുപടിയും പറയുന്നില്ല. ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഒരു ഡിപ്രഷൻ അല്ലേ, നോക്കിക്കൊണ്ടിരിക്കുക. ഈ സന്ദർഭങ്ങളിലൊക്കെ തെലുങ്ക് അറിയാം, തെലുങ്ക് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു മറുപടിയും പറയുന്നില്ല. ദൈവമക്കളെ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യട്ടെ. അവിടെ കാൽവറി പെന്തക്കോസ്തിന് ഒരു ചർച്ച ഉണ്ട് നെല്ലൂര്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അന്ന് ഏകദേശം 1000-ലധികം ആൾക്കാർ കൂടുന്ന ഒരു സഭയാണ്. പാവപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഈ കൂലിപ്പണിക്ക് പോകുന്നവരും, റെയിൽവേയിലെ ജോലിക്കാരും, മിറ്റില് ചുമക്കാൻ പോകുന്നവരും, കൃഷിപ്പണിക്കാരൊക്കെയാണ്. അവരെ സംബന്ധിച്ച് ആന്ധ്രയിലെ ചൂട് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂടാണ്. അവര് നേരത്തെ ആഹാരം കഴിച്ച് നേരത്തെ കടന്നുറങ്ങും, നേരത്തെ അവർ എഴുന്നേൽക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശ്വാസികളായിരിക്കുന്ന പലരും സഭകളിലേക്ക് ചെന്ന് അവിടുത്തെ ദൈവദാസനുമായി ചേർന്നിരുന്ന് പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പലരും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അവർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ 2 ദൈവദാസന്മാർ, സഹ ശുശ്രൂഷകന്മാരുണ്ട്. അവരെ
കുറച്ച് ട്രാക്റ്റും കൊടുത്ത് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു വിടാറുണ്ട്. അതിൽ തീമത്തി എന്ന് പറഞ്ഞൊരു കർത്തദാസന്റെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ ട്രാക്റ്റുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെടുകയാ, ഇന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ട്രാക്റ്റ് കൊടുത്ത് പുറകോട്ട് വരാമെന്ന്. ദൈവത്തിന്റെ നിയോഗമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ പ്രതികൂല ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം ഒരു നിയോഗത്തിലൂടെ ഞങ്ങളെ ശുശ്രൂഷയിലേക്ക് മടക്കി കൊണ്ടുവരിക. ഇവരിവിടെ വന്നു, ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴോ എൻ്റെ വൈഫിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയും, അത് ഞങ്ങള് ഗുഡ്ഗാവിൽ നിന്ന് പോരുന്ന സമയത്ത് റാന്നിയിൽ നിന്ന് വന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ ആരുടെ അടുക്കിലേക്കാ പോകുന്നേ, എങ്ങോട്ടാ പോകുന്നതെന്നോ ഒരു പേപ്പറിൽ എഴുതി എൻ്റെ വൈഫിന്റെ ബൈബിളിനകത്തേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. അതൊരു ദൈവിക ആലോചനയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ഒറ്റപ്പാട് പെട്ടെന്ന് വലിച്ചു കീറി വൈഫിന്റെ ബൈബിളിനകത്ത് അത് വെച്ചു. പക്ഷെ ഞാൻ കാര്യമൊക്കെ മറന്നുപോയി. എന്നാൽ ഇവരടുത്ത് വന്ന് നോക്കുമ്പോൾ എൻ്റെ വൈഫിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ഇവര് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ദൈവാത്മാവ് തന്നെ ഇടപെടുകയാണ്, നീ അല്പം കൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ വൈഫിന്റെ തോളിൽ ഒരു ബാഗ് കിടപ്പുണ്ട്. ബാഗ് ഓപ്പണാ, അതിനകത്തൊരു ബൈബിൾ കിടപ്പുണ്ട്. ഞാൻ റെയിൽവേയുടെ ക്യാൻറ്റീനിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് പാല്, 1 വയസ്സുള്ള പാല് കുഞ്ഞാണ്, കുഞ്ഞിന് കൊടുക്കാണ്ട് ഒരു ബോട്ടിൽ പാല് വാങ്ങി അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു തുള്ളി പാല് പോലും കൊടുത്തിട്ടില്ല, കാരണം മൈൻഡ് അതുപോലെ ക്ലിയർ അല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരടുത്ത് വന്ന് അവരും ചോദിച്ചു, മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ കൊച്ചിനെ ചോദിച്ചു, കുഞ്ഞിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക, കുഞ്ഞ് വാടിത്തളർന്നുറങ്ങുക, ഭക്ഷണവും പാലും കുടിക്കുകയാണ്. കുഞ്ഞിനെടുത്ത് അവരെ കൈ കൊടുത്തിട്ട് പെട്ടെന്ന് അവര് ആംഗ്യം കാണിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ആംഗ്യം കാണിച്ച് അവരെ പുറകെ പോവുക. ചെന്ന് എത്തിക്കുന്നത് ആ പാസനേജിലാണ്. ആ കർത്തദാസന്മാര് പാസനോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്, ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാ, ഞങ്ങൾ വിളിച്ച് ഞങ്ങളുടെ കൂടെ വന്നതാ, പക്ഷെ ബൈബിള് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നേ. ഉടനെ പാസ്റ്റർ പല ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഈ കുഞ്ഞിനെ തോളെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ആ സമയം പാസങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. രാവിലെ ഒരു ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ ബാഗ് താഴെ വെച്ചിട്ട് പെട്ടെന്ന് ആ ചായ എടുത്ത്, ചൂട് ചായ നമ്മളെ ആർത്തിയോട് കുടിക്കുന്ന പോലെ വലിച്ചു കുടിക്കുക. ആ സന്ദർഭത്തിൽ ആ പാസാന്റെ ബാഗ് എടുത്തു, അതിൽ തപ്പി നോക്കിയപ്പോൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കണ്ടു. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നത് കിട്ടുന്നില്ല, കാരണം ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ആ സമയത്തൊക്കെ നമ്മുടെ ഇന്നത്തെ പോലെ വലിയ ഫോണല്ല, നോക്കിയയുടെ ചെറിയ ഫോണാണ് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. അതും ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എൻ്റെ നിന്ന് ചാർജ് നഷ്ടമായി, ഫോൺ ഡെഡായി, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വലിയ നിരാശയിരിക്കുമ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, ആ ബാഗ് ഇങ്ങെടുക്കുക, അതിനകത്ത് വല്ലതും നമ്പർ വല്ലതും കാണും. പെട്ടെന്ന് ഒരു ബാഗ് എടുത്തപ്പോൾ അവർ തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത് ആ അമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ എഴുതി വെച്ച പേപ്പറാണ്. ദൈവമക്കളെ, ആ പേപ്പർ എടുത്ത് ആ പാസ്റ്റർ ദൈവത്തെ സ്തുതിച്ചെന്നാ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഫാദർലോയെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത്, നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ മോളെയും ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്, ഒരു ദൈവദാസനെ കൂട്ടി രാവിലെ ചെന്നൈ സെൻട്രലിലേക്ക് വിടാം, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ മതി. പ്രിയ കർത്തദാസൻ എന്നോട് പറഞ്ഞ പോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിക്കുന്നു. അത് ദൈവിക പദ്ധതിയായിരുന്നു. കാരണം കഷ്ടതയുടെ തീച്ചൂളെ കൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വലിയ കരമുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. നമ്മെ അവിടെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, തള്ളിക്കളയുന്ന ദൈവമല്ല. ഈ സാക്ഷി നിങ്ങൾ കേൾക്കുമ്പോഴോ, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മറുഭാഗത്ത് നിങ്ങളെ വിടിവിപ്പാൻ ഒരു കരമുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണുവാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും പല സന്ദർഭങ്ങളില് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് കർത്താവേ
ഈ പ്രതിസന്ധി മാറിപ്പോകാത്തത്? എന്തുകൊണ്ടാണ് വിഷയത്തിന് മറുപടി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞങ്ങൾ കണ്ണീരും ഒഴുക്കുന്നു, സ്വർഗം ഇത് കാണുന്നില്ലേ എന്നൊക്കെ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിക്കും. പക്ഷെ അവിടെയൊക്കെ സ്വർഗം മൗനമായിരിക്കുന്നത് വലിയ മഹത്വത്തോടെ ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാനാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ദൈവം നമ്മെ അയക്കുന്നത്. അതുകൊണ്ട് പല ദിവസങ്ങളിലും ഞങ്ങൾ ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കാറുണ്ട്. ഞാൻ ജനലിന്റെ കമ്പിയൊക്കെ പിടിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? മറ്റസുഖമാണെങ്കിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതെന്ന്, ഒരു മറുപടി ലഭിക്കാത്തതെന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഞങ്ങളെ അയച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുശേഷം ചില മാസങ്ങള് എൻ്റെ ഫാദർ-ഇൻ-ലോയുടെ പേരൻസിന്റെ കൂടെ അവിടെ നിന്ന് അതിനുശേഷം ഞാൻ കൊണ്ടുവന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ഒരു വർഷം 365 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും ഉപവാസവും പ്രാർത്ഥനയാ ഒരു വിടുതലിന് വേണ്ടി. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. കാരണം മറ്റേത് അസുഖമാണെങ്കിലും നമുക്കറിയാം. പക്ഷെ ഒരു മാനസിക അസ്വസ്ഥതയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നാല് വീട്ടിലെ അവരെ ഹാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പലപ്പോഴും റൂമിലേക്ക് പോയി മാറിയിരിക്കും, വീട്ടിൽ തനിച്ചിരിക്കും, മണിക്കൂറോളം ബാത്റൂമിൽ ചെലവിടും, മണിക്കൂറോളം കുക്കിങ്ങിന് വേണ്ടി പോകും. പക്ഷെ ഒരു സന്തോഷമില്ലാത്ത ദിവസങ്ങളായിരുന്നോ നീണ്ടുപോയ 7 വർഷങ്ങൾ. എന്നാൽ അതിന് പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ, കർത്താവേ, ഇനി ഞാൻ 21 ദിവസം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉപവസിക്കും. ഒന്നല്ലെങ്കിൽ പൂർണ്ണ വിടുതൽ നൽകണം, അല്ലെ കർത്താവ് ശുദ്ധീകരിച്ച് നിത്യത്തിൽ ചേർത്തോ. അങ്ങനെ ഞാൻ പറയേണ്ടതായ അവസ്ഥ വന്നു. ഞാൻ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും 17ാമത്തെ ദിവസം രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം നൽകി തരികയും, ആ ദർശനം ഇതാ, കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് എൻ്റെ പിന്നാലെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ ഇറങ്ങി പോകുന്നു. അദ്ദേഹം മുന്നിൽ നടക്കും, ഞാൻ പുറകെ നടക്കുന്നു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ശാന്തമായി തിരിഞ്ഞു നോക്കി ചിരിക്കും, പക്ഷെ മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്തു പോയി ചെറിയൊരു നദി കടന്നു. മുട്ടിന് താഴെ വെള്ളം. ഇപ്പോഴും എൻ്റെ കണ്ണുകൾക്ക് അതറിയാം. മനോഹരമായൊരു നദിയാ, ഈ ഉരുളം കല്ലുകൊണ്ട് നിറഞ്ഞൊരു നദി. അത് കഴിഞ്ഞ് അക്കരെ എത്തിയിട്ട് എന്നോട് പറഞ്ഞു, ചൂണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അതിന്റെ ആ കാണുന്ന കുന്നിന്റെ മുകളിൽ ജീവവൃക്ഷത്തിന്റെ ചെടിയുണ്ട്, പോയി പറിക്കാൻ. ഞാൻ പെട്ടെന്ന് ജീവവൃക്ഷത്തിന്റെ ചെടി പറിക്കാനായിട്ട് ആ മലയിലേക്ക് നോക്കുമ്പോൾ നാട്ടിൽ ഈ മഴയുടെ സീസണില് പുല്ല് വന്ന് വളർന്നു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ പുല്ല് വന്ന് നിറഞ്ഞു കിടക്കുക. അവിടെ കാണുന്നത് മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ ആരോ ഒരാൾ നടന്നു പോയി, ഒരു പുല്ലിൽ കൂടെ ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പാട് കാണും. ഞാൻ അതുവഴി കയറി മോളിലേക്ക് ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 പ്രായം ചെന്ന അപ്പച്ചന്മാരാണ്. ഒരാളൊരു പഴയ കസേരയിൽ ചെരിഞ്ഞിരിക്കുകയാണ്, മറ്റൊരാള് ഒരു ഡെറിക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുക. ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി, ആരടുക്കല ചെല്ലേണ്ടത്. പിന്നെ എൻ്റെ മൈൻഡ് തന്നെ എന്നെ ആ കസേര ഇരിക്കുന്ന ആ അപ്പച്ചൻ്റെ അടുക്കിലേക്ക് വിട്ടു. ഞാൻ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ച, ഞാൻ വന്നത് ഈ ജീവവൃക്ഷത്തിന്റെ ചെടി പറിക്കാനാണ്. അപ്പൊ ആ പിതാവ് വിറയ്ക്കുന്ന കൈകൊണ്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവർക്ക് ഏകദേശം ഒരു 200-നും 150-നും വയസ്സിൽ പ്രായം വരും. അതുപോലെ അവരുടെ മുഖത്ത് അതറിയാം. അതുപോലെ അവർ ബലഹീനരാ. കിടക്കുന്ന ആളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ച് കണ്ണു ഉറക്കുന്നത് എൻ്റെ മിസ്സിസിന്റെ തലയിൽ എൻ്റെ കൈ ഇരിക്കുന്നതാണ്. ദൈവം അത്ഭുതകരമായ വിടുതല് 2007 നവംബർ മാസം 10-ാം തീയതി അത്ഭുതകരമായ വിടുതൽ വായിക്കുകയും അനേക ഡോക്ടർമാരുടെ അടുക്ക് കടന്നുപോയി. അനേക കൗൺസിലിംഗ് സെന്ററിൽ അനേക ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ച് പലരും കേട്ടറിഞ്ഞു വന്നവരുണ്ട്. നിങ്ങളെക്കുറിച്ച് ദർശനം കിട്ടിയെന്ന് പറഞ്ഞു വന്നവരുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിച്ചു, പക്ഷേ 3 ദിവസം ഇരുന്നാൽ മതി, ജീവൻ വെച്ചുള്ള കളിയാണിത്, അങ്ങനെ പറഞ്ഞു വന്നവരൊക്കെ ഉണ്ട്.
പക്ഷെ അവരെല്ലാം കടന്നു വന്ന് 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു പ്രയോജനമില്ല. പക്ഷെ ദൈവം ഒടുവില് എൻ്റെ കരങ്ങളാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ വിടി നൽകുവാനിടയായി. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയാനിടയാക്കിയിരുന്നു. ആ നന്ദി ഇന്നും ദൈവത്തോട് ഞങ്ങൾക്കുണ്ട്. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കടത്തി വിടുന്നത് ചില സാഹചര്യങ്ങളാണ്. ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കമായി കാര്യങ്ങൾ ഷെയർ ചെയ്തത്. കാരണം ദൈവം ആ നിലവാരത്തിലാണ് നമ്മളെ കൊണ്ടുപോയത്. ഒത്തിരി പ്രതിസന്ധിയിൽ കൂടെ ദൈവം കൊണ്ടുപോയി. ഇതിനൊത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലോ പ്രിയപ്പെട്ടവളെ ഭ്രാന്തി എന്ന് വിളിച്ച് കളിയാക്കിയവരുണ്ട്. പാസിന്റെ ഭാര്യയ്ക്ക് വട്ടം എന്ന് പറഞ്ഞവരുണ്ട്. ഒരു ദിവസം ഒരു വീട്ടില് ചിലർ കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങള് സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഞങ്ങൾ അവിടെ കയറി ചെല്ലുന്നത്. എന്നാൽ പുറത്തുനിന്ന് കേട്ടിട്ട് ആ സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് മടങ്ങി വന്ന സന്ദർഭങ്ങളുണ്ട്. സഭയിൽ നിന്നൊക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടിട്ട് വന്നിട്ടുണ്ട്. സ്ഥലമാറ്റത്തിന്റെ സമയമാകുമ്പോൾ ഞങ്ങളെ ജോൺസൺ പാസ്റ്റർ കുടുംബമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ അനേക സ്ഥലങ്ങളിൽ പുതിയ വർക്കുകൾ ഏറ്റെടുക്കും എൻ്റെ ഇവിടെയാണ്. അങ്ങനെ ഡൽഹി സ്റ്റേറ്റ് ഞാൻ 2009 ഞാൻ വിട്ടു. അതിനുശേഷം 2008 ഞാൻ വിട്ടു. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ തന്നെ ബദർപൂർ എന്ന സ്ഥലം, അത് ഫരീദാബാദിന്റെയും നോയിഡയുടെയും ബോർഡറാണ്. അവിടെ ഞാൻ വന്ന് പുതിയ വർക്ക് എടുത്ത് താമസിപ്പാൻ ദൈവം കൃപ നൽകി. അന്ന് മുതൽ ഇന്ന് വരെ അത് ഒരു പുതിയ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. അവിടെ കണ്ടിന്യൂസ് ചെയ്യുവാൻ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ദൈവം കൃപ നൽകി. കുഞ്ഞുങ്ങൾ പല സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ട വന്നു. കാരണം പല സന്ദർഭങ്ങളിൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയങ്ങളിൽ സ്കൂളിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായി വന്നു. ഒരു വീട്ടിൽ നിന്ന് നാടകം കൊടുക്കാൻ പ്രയാസമായി വന്ന കാരണം നോർത്ത് ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി എന്ന പോലെ പുതിയ പ്രവർത്തനം എടുത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം, ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇവിടേക്ക് വാടക കൊടുക്കുന്ന ഡൽഹിക്കാർ ഇവിടെ ഉണ്ടല്ലോ. വാടക കൊടുക്കുന്ന സമയമാകുമ്പോൾ ആ ഡേറ്റ് അവർ കടന്നു വരും. അത് രാവിലെ എത്തും. അന്ന് ഡേറ്റ് വാടക കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് അതും ഇതും പറയും. പല സന്ദർഭങ്ങളിൽ വാടകക്കാരൻ വീട്ടിൽ വന്നിട്ട് വെളിയിൽ നിന്നുകൊണ്ട് വലിയ ഉച്ചത്തില് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാതിരമോ തുറന്നു നോക്കാൻ ഞങ്ങൾ തുറന്നു നോക്കി കൈ കൂപ്പി അവരോട് പറയും ഞങ്ങൾ തരാം, കുറച്ച് സമയം അവിടെ കഴിയട്ടെ. കാരണം ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഞങ്ങൾ നിന്ന് പോയത്. പക്ഷെ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ നിർത്തിയെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷെ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുവാനാണ് ഈ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ ഇന്ന് ദൈവത്തോളം ഞങ്ങളെ സഹായിച്ചു. മൂത്ത മോള് ഇന്ന് ആഷിമ എന്ന് പറയും അവളുടെ പേര്. അവള് റേഡിയോളജി കഴിഞ്ഞു. അവൾ ഇന്ന് PG ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയാള് +2 കഴിഞ്ഞു, നീറ്റ് എഴുതി. ആദ്യത്തെ എക്സാമിന് നല്ല മാർക്കോട് അവള് സ്കോർ ചെയ്തു. പക്ഷെ അത് ക്യാൻസലായി പോയി. രണ്ടാമത്തെ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ചില പ്രതികൂലങ്ങൾ അവൾ കടന്നു വന്നു. കാരണം നമുക്ക് അവളുടെ പേര് പ്രിസ്കില്ല ജോൺസൺ എന്നാണ്. അവള് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്നകത്ത് കയറാൻ പറ്റാതെ വന്നു. പിന്നെ അവളുടെ ക്ലാസ് റൂം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച് ഓടി ചെന്ന് ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഇൻസ്പെക്ഷൻ വന്ന ഒരു ബാങ്ക് മാനേജറാണ്. ഇദ്ദേഹത്തിന്റെ മോളുടെ പേര് കണ്ടിട്ട്, പ്രിസ്കില്ല ജോൺസനെ കണ്ടിട്ട് അവളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പല ക്വസ്റ്റ്യൻസ് മറ്റാരോടും ചോദിക്കുന്നില്ല. കാരണം ക്രിസ്ത്യൻസ് എന്നൊരു പേര് കണ്ടപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ച് അവളെ എങ്ങനെ ഒരു ടെൻഷനിൽ കൂടെ കൊണ്ടുപോയി. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനൊരു പ്രയാസം പോലെ കുഞ്ഞിന് വന്നു. പക്ഷെ ആ എക്സാം AI ആണ് നോക്കിയത്. അതുകൊണ്ട് ചെറിയ മൈനസിനൊക്കെ അവര് ചെറിയ കോമയ്ക്കും കുത്തിനൊക്കെ മൈനസ് ചെയ്തുകൊണ്ട് അത്ര നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവം കുഞ്ഞിന് എക്സാം എഴുതിച്ചു. രണ്ടുപേരും ദൈവത്തിന് സുഖമായിരിക്കുന്നു. ഞങ്ങള് ദൈവമക്കളെ ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ഏകദേശം അനേക ദൈവദാസന്മാര് ജയിലിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ ആരാധന നടന്നുകൊണ്ടിരുന്നത് ഓക്കലയില് ഒരു സ്ഥലത്താണ്. എന്നാൽ ഓക്കലയിൽ ഒരു ക്രിസ്ത്യൻ സെമിനാരി ഉണ്ട്. റോമൻ കാത്തലിക്സിന്റെ ഒരു മിഷണറി സമൂഹമാണ്. അതിന്റെ ഒരു സെമിനാരിയുടെ ക്ലാസ് റൂമിലാണ് ഞങ്ങളുടെ ആരാധന നടന്നുകൊണ്ടിരുന്നത്.
ഇത് മസിഗഡ് എന്ന് പറയും, ക്രിസ്ത്യൻ കോളനിയാണത്. എന്നാൽ അവിടെ കഴിഞ്ഞ വർഷം ഒരു സൺഡേയിൽ അവിടെ 9 വർഷിപ്പാണ് നടക്കുന്നത് പലരുടെയും. ഞങ്ങളുടെ വർഷിപ്പ് നടക്കുന്ന സമയം അങ്ങനെ പല സന്ദർഭങ്ങളിൽ അവിടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, കാരണം എല്ലാവരും വണ്ടി വന്ന് പാർക്ക് ചെയ്യുന്നൊക്കെ റീസൺ പറയുന്നത് അതൊന്നുമല്ല, നമ്മുടെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് അവര് പോലീസിന് കംപ്ലൈന്റ് ചെയ്ത് പോലീസ് വന്ന് വാണിംഗ് ചെയ്തു. അച്ഛന്മാരോട് സംസാരിച്ച്, അച്ഛന്മാർ ഞങ്ങളോട് സംസാരിച്ച് നിങ്ങൾ വേറെ സ്ഥലം കണ്ടെത്തണം, ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്, വലിയ പ്രതിസന്ധിയാണെന്നൊക്കെ പറഞ്ഞു. ഒരു സൺഡേ ഞങ്ങൾ ആരാധനയ്ക്ക് ചെല്ലും അവർ പറഞ്ഞു ഇവിടെ ഇനി പറ്റത്തില്ല, പലരും ഇവിടെ വന്നു ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, ജനം ഇളകി, പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങളുടെ ആരാധന സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ഒരു സ്ഥലമില്ല, കാരണം ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം തരികയില്ല. കാരണം ഇപ്പൊ ഡൽഹിയിലും പരിസരങ്ങളിലൊക്കെ NCRലെല്ലാം ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വീട് തരികയില്ല താമസിക്കാൻ പോലും. നോയിഡ എന്ന് ഞങ്ങൾക്ക് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ നോയിഡയാണ്, 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫരീദാബാദാണ്, ഹരിയാനയാണ്. ഇവിടെയൊക്കെ പല സഭകൾ പൂട്ടി, അനേക ദേവദാസന്മാർ ജയിലിൽ കിടക്കുന്നു. അവരുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും ജയിലിൽ പോയി കാണുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പലരും പല ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പലരും കർത്താവിനെ സ്വീകരിച്ചത് കൊണ്ട് പല ദൈവദാസന്മാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ദൈവദാസിമാർ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ദൈവമക്കളെ, നിങ്ങൾ ശക്തമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയിപ്പോഴും നടക്കുന്നതാണ് സമരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ശക്തമായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. 145 കോടി ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവരും ആത്മീക സന്തോഷം പ്രാപിക്കണം. അവൻ രക്ഷകനായ കർത്താവിനെ അവർ കണ്ടുമുട്ടണം. നമുക്ക് ഇറങ്ങി ചെല്ലുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം. നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ ബോസ് ഫാസ്റ്റർ, അദ്ദേഹം രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രൂരമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ രംഗങ്ങളും പാസിന്റെ മുഖമെല്ലാം ഇടിച്ച് പാസിന്റെ കുഞ്ഞിനെയൊക്കെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്. അതെ, ഈ പ്ലാറ്റ്ഫോമിൽ പ്രിയ കർത്തദാസനുണ്ട്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ 100 കണക്കിന് ഓരോ സൺഡേയിൽ സഭകളില് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയയിലും വരുന്നില്ല, ആരും ഇടുകയില്ല. അബദ്ധവശാൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കള്, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവുണ്ടാകണം. ഈ ഉണർവ് അതെ ഈ മിറക്കിൾ അവർ ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രി കൂടെ അത് വെളിപ്പെടുവാൻ, ഈ പ്രെയർ ഗ്രൂപ്പിലൂടെ അത് ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി ഈ ഗ്രൂപ്പിലുള്ള സകലരും പ്രാർത്ഥിക്കണമെന്ന ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. വിശേഷാല ഈ ഒത്തിരി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാനുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഞാനിവിടെ നിർത്തുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഹോൾ ആവശ്യമാണ്. ഞങ്ങൾ ഹോളിന് വേണ്ടി ഞങ്ങൾ പലതും അന്വേഷിച്ചു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ കോൺഫറൻസ് ഹോളുകൾ ലഭിക്കും, അതിന് 25,000 to 25,000 ഒക്കെ എവരി മന്ത് നമ്മൾ പേ ചെയ്യണം. 4 സൺഡേക്ക് വേണ്ടിയാണ്. പക്ഷെ അതൊന്നും കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. എൻ്റെ സഭയിലുള്ള പലരുണ്ടായിരുന്നു, അവരൊക്കെയും പല സഭകളിലേക്ക് പോകേണ്ട സാഹചര്യം ഞാൻ പറഞ്ഞു വിട്ടു. ഇപ്പൊ ഞങ്ങൾക്ക് 3 കുടുംബമുണ്ട്, അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഞങ്ങളും ദൈവത്തെ, ഞങ്ങൾ താമസിക്കുന്ന വീടാണ്, പക്ഷെ അത് എഗ്രിമെന്റ് എഴുതിയപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രെയറോ അല്ലെങ്കിൽ നിങ്ങൾ വർഷിപ്പ് ഒന്നും പറ്റിയായിരുന്നു, നിങ്ങൾ എഴുതി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും സാഹചര്യം ഒന്നുമല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമില്ല ഇവിടെ. അപ്പൊ ഞങ്ങളും വളരെ നിരാശയോടും പ്രാർത്ഥനയോടും കൂടെ നടക്കും. ഞാൻ മാത്രമല്ല, 100 കണക്കിന് ദൈവദാസന്മാര് ഹോളുകൾ പൂട്ടപ്പെട്ട് അവിടെ വിശ്വാസികള് പലരും പല സ്ഥലങ്ങൾ UP-യിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിരാവിലെ വയലുകളിൽ പോയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. കൂട്ടമായിട്ട് വയലുകളിൽ കൃഷിപ്പണിക്ക് പോകുന്ന പോലെ പോകും, ആരും ശ്രദ്ധിക്കുകയല്ല. അവിടെ ചുറ്റും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് പലരും അതേ ആ വേഷത്തിൽ തന്നെ തിരിച്ചു പോരുന്ന പല ഗ്രൂപ്പിനെ എനിക്കറിയാം. അങ്ങനെ പല പ്രശ്നങ്ങളാണ്, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യത്തൊരു വലിയൊരു അത്ഭുതം ദൈവി ദിവസങ്ങളിൽ ചെയ്യണം. ഇനി കാലങ്ങൾ അധികമില്ല, സമയങ്ങളില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഉറങ്ങുവാൻ നമുക്ക് സമയമില്ല. അതിരാവിലെ ദൈവ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തും. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിത്യതയിൽ അനേക വിശുദ്ധന്മാരുടെ നടുവിൽ നിൽക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി ചെലവിട്ടതും പ്രവർത്തിച്ചതും എല്ലാത്തിനും പ്രതിഫലം ദൈവം നൽകി തരും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശേഷാലിന്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. മൂത്ത മോള് ഇപ്പം IELTS ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്യണ്ട,
അടുത്ത ചില നാളുകൾ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവൾ നിൽക്കുന്നു. അവൾക്ക് PG ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇളയാളും പഠിക്കുന്നു. അവൾക്കും ഇനിയൊരു ഒരു വഴി ദൈവം തുറക്കണം. 2 കുഞ്ഞുങ്ങളും വഴി തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സേഫായി. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതായത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ മാത്യൂസ് ഉമ്മൻ പാസ്റ്ററിന് എന്റെ നന്ദി പറയുന്നു. ഇന്ന് ലീഡ് ചെയ്ത ഷേർലി യുബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസി മിനു പ്രിൻസിന്റെ ദൈവം വലിയ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നിറയ്ക്കട്ടെ. പ്രിയപ്പെട്ടവൾ പാടുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗം വെളിപ്പെടട്ടെ. 1000 അഭിഷേകത്താല് പ്രിയ കർത്തദാസിയോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന സമയത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എവരിവൺ. താങ്ക് യു ജീസസ്.